100% ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെ പൂർണ്ണമായും ഞാൻ മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നു. അത് സത്യമാണെന്ന് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോ വാട്ട് നെക്സ്റ്റ്? രാഹുൽ ഗാന്ധി ഇതുപോലെ വളരെ ചെറിയ കാര്യമൊന്നുമല്ല, ഒരാള് അതായത് 7 മണിക്കൂറിനുള്ളിൽ 22 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിവേരളക്കുന്ന കാര്യമാണ്. ഒരു ബ്രസീലിയൻ മോഡൽ ഇന്ത്യയിൽ വന്ന് ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് 22 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സീരിയസ് ആണ്. ഞാനതിനെ അംഗീകരിക്കുന്നു. ആ വാദത്തിനെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങളോട് പറയുന്ന കാര്യത്തിനെ അങ്ങനെ അവഗണിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് പറയും. ഇനി ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി അല്ല ഷാഹു പ്രസാദ്, ഇനി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യസന്ധമല്ല, അത് വ്യാജമാണെന്ന് തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മിണ്ടിയിട്ടില്ല. ഈ ബ്രസീൽ മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ പോരെ? രാഹുൽ ഗാന്ധി ചമ്മിപ്പോയില്ലേ? അത് പറഞ്ഞാൽ പോരെ? അല്ലല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നേ. ഇപ്പം ഈ വാട്ട് നെക്സ്റ്റ് എന്ന് ഷാബു പ്രസാദ് ചോദിച്ചുകൊണ്ട് പറയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആക്ട് ചെയ്യേണ്ടത്. ആക്ട് ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിൽ ആക്ട് ചെയ്തില്ല, ഹരിയാനയിലും ആക്ട് ചെയ്യുന്നില്ല. അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയോ നിങ്ങളോ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഈ കേന്ദ്ര സർക്കാരിൽ നിന്നോ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ജിംസെ? അത് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഷാബു പ്രസാദ്. ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നടത്താനുള്ള ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു കാര്യം പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിക്കളയുന്നില്ല, മിണ്ടുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. ബ്രസീൽ മോഡൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇല്ല, രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ലെന്ന് ഇവിടുത്തെ ഭീകര ഭരണകൂടത്തിന്റെ പ്രതിനിധീകരിച്ച് ഈ വോട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനം മുഴുവനും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ പ്രതികരിക്കാനൊട്ട് തയ്യാറുമല്ല. അവരിൽ നിന്ന് നീതിയൊട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് മാത്രമല്ലേ ആലോചിച്ചാൽ പോരെ നമുക്ക്? അപ്പൊ ഷാബു ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു. ഈ ഭരണകൂടം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നൊക്കെ സമ്മതിക്കുകയാണ്, മുഖവിലയ്ക്ക് എടുക്കുകയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വാട്ട് നെക്സ്റ്റ് എന്നല്ലേ ചോദ്യം. വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് നടപടി കാണണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷാഹു പ്രസാദിന്റെ അഭിപ്രായം എന്താ? വാട്ട് നെക്സ്റ്റ്? ഷാഹു പ്രസാദ്, വാട്ട് നെക്സ്റ്റ്? താങ്കളുടെ അഭിപ്രായത്തിനോടും നിങ്ങളുടെ നിലപാടിനോടും ഒപ്പമാണ് ഞാൻ. ഇത് വലിയ ഭീകരമായ സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല. കാര്യം അതൊരു എനിക്കോ രാഹുൽ ഗാന്ധിയോ കിട്ടേണ്ട നീതിയല്ല ഷാഹു പ്രസാദ്. ഈ ബ്രസീൽ മോഡൽ വന്നത് ബിജെപിക്ക് എതിരെ വോട്ട് ചെയ്യാനാണെങ്കിലും ബിജെപിക്കും വേണ്ട നീതി. അല്ല, ഞാനതല്ല പറയുന്നത്. ബ്രസീൽ മോഡൽ വന്നിരിക്കുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവനും ശരിയാണ്. ഇങ്ങനെ ഒരു ഭീകര ഭരണകൂടം ഇവിടെ ഇരിക്കുന്നു. ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ നിന്ന് ഈ ജനാധിപത്യത്തിനെ മുഴുവനും പച്ച കെട്ടിമറിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ബാക്കിയൂടെ ചെയ്യണ്ടേ? രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്നാണ് ഷാഹു പ്രസാദിന് തോന്നുന്നത്? അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഇത്രയും പറഞ്ഞത് ചെയ്തത് രാഹുൽ ഗാന്ധി. ഓക്കെ, അപ്പൊ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു. ഇതൊരു ഫാഷിസ്റ്റ് ഭരണകൂടമാണെന്ന് സർക്കാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ഷാഹു പ്രസാദ് അംഗീകരിച്ചു. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഷാഹു പ്രസാദിന് ഉത്തരവില്ല. അത് രാഹുൽ ഗാന്ധി കണ്ടെത്തട്ടെ. വാട്ട് നെക്സ്റ്റ് എന്ന് രാഹുൽ ഗാന്ധി പറയട്ടെ എന്നാണ് ഷാഹു പ്രസാദ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ സർക്കാസ്റ്റിക് ആവുന്നത്? നിങ്ങൾ എന്തിനാ അതിനെ അങ്ങനെ വായിക്കുന്നത്? ഷാബുവിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടല്ലോ സംസാരിക്കുന്നത്. ഷാബുവിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നത് കേൾക്കുന്നത്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുതിയൊരു ബോധോദയം ഉണ്ടാകും. മനുഷ്യർക്ക് മനംമാറ്റമൊക്കെ വരില്ലേ ജിംസെ? ഞാൻ ഇപ്പോഴാണ് ബോധവാനായത്. രാഹുൽ ഗാന്ധി എന്ന ആ മഹാനായ പ്രതിപക്ഷ നേതാവിന്റെ ആ കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ അവതരിപ്പിച്ച സംഭവം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് മോദി ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് ആയിരുന്നു. ഞാനത് എന്റെ തെറ്റായിരുന്നു, ഞാൻ അദ്ദേഹത്തിനെ ന്യായീകരിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ രാജ്യം. ശരി.